കഥയുടെ തുടക്കത്തിൽ ഒരു സ്കൂളിൽ കുറേയധികം കുട്ടികൾ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ടീമിൽ തന്നെ ഒരു ബുള്ളി പയ്യനുണ്ട്. അവനാണെങ്കിൽ ഒരു തോർത്ത് വലിച്ച് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ബ്രയാന്റെ മുഖത്തോട്ട് എറിയാണ്. ബ്രയാനാണ് ഈ ടീമിന്റെ മാനേജർ. അവൻ മാനേജർ ആവാനായിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല, അവൻ ഈ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇവരാരും അവനെ കളിക്കാനായിട്ട് കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വിഷമിച്ച ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ കോച്ച് ആണെങ്കിൽ അവനെ നല്ല രീതിയിൽ ആട്ടുന്നുണ്ട്. ബ്രയാനും കളിക്കണമെന്ന് നല്ല ആഗ്രഹമല്ലേ. കോച്ചിനോട് അത് പലതവണയായിട്ട് പറയുമ്പോൾ കോച്ച് അവനോട് ദേഷ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ മോശമായിട്ട് പെരുമാറുന്നൊക്കെയുണ്ട്. ബ്രയാനും ആകെ വിഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു പയ്യനുണ്ട്. അവന്റെ പേര് കെവിൻ എന്നാണ്. ഇന്റർനാഷണൽ ലെവലിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഫാൻസ് ഒക്കെ ഉണ്ട്. കളിക്കുന്ന എല്ലാ മത്സരവും ജയിക്കും. അതുപോലെ തന്നെ ആ ഒരു കെവിന്റെ വലിയ ഫാനാണ് നമ്മുടെ ബ്രയാൻ. എന്തായാലും മാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രയാൻ ആണെങ്കിൽ വീട്ടിൽ വന്ന് കെവിന്റെ മാച്ച് കാണുന്നുണ്ട്. ഈ മാച്ച് കാണുമ്പോൾ കെവിന്റെ മൂവ് എല്ലാം കൂടെ ബ്രയാന് വേണമെന്ന് തോന്നും. അതുപോലെ ബാസ്കറ്റ് ബോൾ കളിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ബ്രയാൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് വീട്ടുമുറ്റത്തുള്ള ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, അവിടെ നിന്ന് അങ്ങനെ കളിക്കുകയാണ്. അതേപോലെ ചാടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ബോൾ കയ്യിൽ നിന്ന് പോവാണ്, താഴെ മറിഞ്ഞു വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ബോൾ എടുത്ത് ആ ഒരു നെറ്റിൽ ഇടാനായിട്ട് നോക്കുമ്പോൾ അതും നടക്കുന്നില്ല. അവൻ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിറകിൽ നിന്ന് അവന്റെ അനിയത്തി വന്ന് അവനെ ഷൂട്ട് ചെയ്യുക, അതായത് വീഡിയോ എടുക്കുന്നത്. അവൻ അറിയുന്നില്ല. അവൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് താഴെ അങ്ങനെ മറിഞ്ഞു വീഴും. ആ ഒരു വീഡിയോ എടുത്തിട്ട് അനിയത്തി അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇത് കാണുന്ന ബ്രയാൻ അവളുടെ പിന്നാലെ ഓടുമെങ്കിലും അനിയത്തി പിടിക്കാനായിട്ട് കിട്ടിയില്ല. ഇതേ നേരം തന്നെ കെവിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഒരുപാടധികം ഫാൻസ് ഉണ്ട്. അവരെല്ലാരും കെവിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കപ്പിൾസ് ആണെങ്കിൽ അവരുടെ കുട്ടീനെ കെവിന്റെ വിശ്വസിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്ന നേരത്ത് നമ്മുടെ ബ്രയാൻ സ്കൂളിൽ വരുന്നുണ്ട് പഠിക്കാനായിട്ട്. അവനൊരു ബഡ്ഡി കൂട്ടുകാരനും ഉണ്ട്. രണ്ടുപേരും നല്ല കമ്പനിയാണ്. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോഴായിരിക്കും സ്കൂളിലോട്ട് പുതിയൊരു പെൺകുട്ടി പഠിക്കാനായിട്ട് വരുന്നത്. പഠിക്കാൻ വന്ന സമയത്ത്, അതായത് പുതിയതായിട്ട് വന്നപ്പോൾ തന്നെ ആ പെൺകുട്ടി ബ്രയാനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ബ്രയാനും അവളോട് ക്രഷ് തോന്നിയിട്ട് അവൾ അങ്ങനെ നോക്കാണ്. അവളും തിരിച്ചു നോക്കുന്നുണ്ട്. പിന്നീട് ലഞ്ച് ബ്രേക്ക് ആവുന്ന നേരത്ത് ബ്രയാനും കൂട്ടുകാരനും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവരവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആ പെൺകുട്ടി ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ട്. കൂട്ടുകാരൻ ആ പെൺകുട്ടിയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. കാരണം പുതുതായിട്ട് വന്ന പെൺകുട്ടിയല്ലേ. കുട്ടികളുടെ ഇടയിൽ എന്തായാലും സംസാര വിഷയമായി കാണും. അങ്ങനെ കൂട്ടുകാരൻ ഓരോ കാര്യങ്ങൾ ബ്രയാന് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രയാന് അവളോട് നല്ല ക്രഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കാനായിട്ട് അവളുടെ അടുത്തോട്ട് വരികയാണ്. എന്നാൽ നമ്മൾ നേരത്തെ ഒരു പുള്ളിപ്പയ്യനെ കണ്ടില്ലേ, അവനാണെങ്കിൽ അവിടുത്തെ ഹാളിൽ ഒരു TV ഉണ്ട്. ആ TVയിൽ ബ്രയാന്റെ ഒരു വീഡിയോ ഇടുകയാണ്. ബ്രയാന്റെ അനിയത്തി ഷൂട്ട് ചെയ്തെടുത്ത ഒരു വീഡിയോ, അതായത് ബ്രയാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ നേരത്ത് തെന്നിയടിച്ച് വീഴുന്ന ഒരു വീഡിയോ. ഇതെല്ലാരും കണ്ടിട്ട് ബ്രയാനെ കളിയാക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ബ്രയാനെ കളിയാക്കിയത് കൊണ്ട് തന്നെ അവൻ ആ പെൺകുട്ടിയോട് മിണ്ടാനായിട്ട് പറ്റിയില്ല. അവനും ആകെ വിഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. അതുപോലെ തന്നെ ആ ക്രഷായിട്ടുള്ള പെൺകുട്ടിയില്ലേ, അവൾക്ക് ബ്രയാന്റെ അവസ്ഥ തോന്നിയിട്ട് നല്ല വിഷമാവുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാര് ചുറ്റും കൂടിയിരുന്ന് ചിരിക്കുമ്പോൾ അവള് മാത്രം ചിരിക്കുന്നില്ല. അവൾക്ക് വിഷമമുണ്ട് ബ്രയാന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. ഇതിനുശേഷം ബ്രയാൻ ആകെ വിഷമിച്ചൊരു വീട്ടിൽ വന്ന് കിടക്കാണ്. അന്നേരം അവന്റെ അച്ഛൻ റൂമിലോട്ട് കയറി വന്നിട്ട് അവന്റെ ഈ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒരു സ്ഥലം വരെ പോവാന്ന് പറയും. അങ്ങനെ അച്ഛൻ അവനെ വിളിച്ചോണ്ട് വരുന്നത് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാസ്കറ്റ് ബോൾ പ്ലെയർ ഇല്ലേ, കെവിൻ കളിക്കുന്ന ഒരു മാച്ചിലോട്ടാണ്. അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ ബ്രയാനും കൂടെ സ്റ്റേഡിയത്തിൽ വന്നിരുന്ന് കളി കാണുകയാണ്. ഈ നേരം എല്ലാം കെവിൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഒരു ബോൾ പോലും മിസ്സാക്കുന്നില്ല. കിട്ടുന്ന ബോൾ എല്ലാം അവൻ സ്കോർ ആക്കുകയാണ്. എറിയുന്നതെല്ലാം നെറ്റിൽ പോയി വീഴും. അത്രയും കഴിവുള്ള ഒരു പ്ലെയർ ആണ് കെവിൻ. എന്തായാലും മാച്ച് ഹാഫ് ആവാണ്. ആ നേരത്ത് ഒരു സംഭവം നടക്കുകയാണ്. മറ്റൊന്നുമല്ല, ബ്രയാനും അച്ഛനും കൂടി ടിക്കറ്റ് എടുത്തില്ലായിരുന്നോ, അതിൽ അച്ഛന്റെ ടിക്കറ്റിൽ ഒരു ഗിഫ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോവാണ്. അച്ഛൻ സന്തോഷപ്പെട്ട് എണീക്കുമ്പോൾ ഗിഫ്റ്റ് മറ്റൊന്നുമല്ല, ഈ ടിക്കറ്റ് ജയിക്കുന്ന ആൾക്ക് നമ്മുടെ കെവിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ കെവിന്റെ ഓട്ടോഗ്രാഫും വാങ്ങാം. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രയാന് വിഷമാണ് വരുന്നത്. അച്ഛനല്ലേ കിട്ടിയത്, ബ്രയാന് കിട്ടിയില്ലല്ലോ. ബ്രയാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ അച്ഛന്റെ ടിക്കറ്റ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവനും ഒരുപാട് സന്തോഷമായിട്ട് താഴെ ഇറങ്ങി ചെല്ലുകയാണ്. താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ വേറൊരു സംഭവമുണ്ട്. അതായത് ആ ഒരു കോർട്ടിന്റെ പകുതി ഭാഗത്ത് നിന്ന് ബോൾ എടുത്ത് നെറ്റിലോട്ട് ഇടുവാണെങ്കിൽ അവന് 20 ലക്ഷം രൂപ വരെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. അത് ഇടാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടത്തില്ല. എന്തായാലും അവൻ ഇടാന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബോൾ വാങ്ങിച്ച് കയ്യിൽ വെക്കുന്ന നേരത്ത് സൈഡിൽ നിന്നൊരു ശബ്ദം കേൾക്കാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ബുള്ളി പയ്യനാണ്. ബുള്ളി പയ്യൻ നമ്മുടെ ബ്രയാനെ കളിയാക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, കളഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞിട്ട്. ബ്രയാന് വിഷമാവുന്നുണ്ടെങ്കിലും അവൻ ബോൾ എടുത്ത് വലിച്ചെറിയാണ്. പക്ഷെ ബോൾ കറക്റ്റ് പോയി വീഴുന്നില്ല. പകരം അവിടെ ഒരു ടെഡി ബിയർ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ നിൽക്കില്ലേ, അതേപോലെ ഒരു മനുഷ്യൻ അയാളുടെ തലയിൽ പോയി ബോൾ അടിക്കുകയാണ്. ബോൾ അടിച്ചിട്ട് അങ്ങേര് മറിഞ്ഞു വീഴുന്നുണ്ട്. പിന്നീട് ബ്രയാൻ ആണെങ്കിൽ കെവിന്റെ ഓട്ടോഗ്രാഫ് കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ കെവിന്റെ അടുത്ത് വരികയാണ്. കെവിൻ ബോൾ എടുത്ത് ഓട്ടോഗ്രാഫ് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മുടെ ബ്രയാൻ പറയുന്നുണ്ട്, അതായത് കെവിനെ പോലെ നല്ല ടാലന്റ് കിട്ടിയിരുന്നെങ്കിലെന്ന്, അതായത് ആ ഒരു കഴിവ് കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പൊ കെവിൻ ഒരു കാര്യം പറയും, ഒരുപാട് കഷ്ടപ്പെടുവാണെങ്കിൽ ടാലന്റ് ഒന്നും വലിയ കാര്യമല്ല, കഷ്ടപ്പെടുന്ന ആൾക്കാരെ ജയിക്കത്തുള്ളൂ, ടാലന്റ് വെച്ച് കാര്യമില്ല, അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ബോൾ എടുത്ത് ബ്രയാന് കൊടുക്കുന്നുണ്ട്. ആ ബോൾ അങ്ങനെ കൊടുക്കുന്ന നേരത്ത് എന്തോ ഒരു അദൃശ്യ ശക്തി കെവിനിൽ നിന്ന് ബ്രയാനിലോട്ട് പോകുന്നുണ്ട്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ
തന്നെ ബ്രയൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അവന്റെ റൂമിൽ തന്നെ ഒരു റേഡിയോ ഡിവൈസ് ഓടുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ രാത്രിയിലത്തെ കളിയില്ലേ, ആ ഒരു മാച്ചില്ലേ, ആ മാച്ചില് കെവിൻ കാരണം അവരുടെ ടീം തോറ്റുപോയി. കെവിന്റെ സെക്കൻഡ് ഹാഫില് ആ ഒരു പെർഫോമൻസ് അത്ര നല്ലതല്ലെന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ ഇത് നമ്മുടെ ബ്രയന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും ബ്രയൻ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ തന്നെ ബഡ്ഡിയുണ്ട്. രണ്ടുപേരും കൂടി ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്ന നേരത്ത് അവിടെ തന്നെ ഈ ഒരു ശരീരത്തിനെയൊക്കെ പറ്റി പഠിക്കത്തില്ലേ, അതിന്റെ എന്തോ ലിവറോ മറ്റോ അവിടെ ഇരിപ്പുണ്ട്. അതെടുത്ത് വെച്ച് ഇങ്ങനെ ബ്രയൻ കയ്യിൽ കറക്കാണ്. അവനെ കൊണ്ട് അങ്ങനെ കറക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കറക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവന്റെ സാറും അതുപോലെ തന്നെ ബഡ്ഡിയും അത്ഭുതപ്പെടുകയാണ്. പിന്നീട് ബ്രയൻ ആണെങ്കിൽ വീട്ടിൽ വരുന്നുണ്ട്. കയ്യിലൊരു ബുക്കൊക്കെ ഇട്ട് കറക്കിയിട്ടാണ് വരുന്നത്. അന്നേരം അവന്റെ അനിയത്തി പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. അനിയത്തിക്ക് ബ്രയൻ അത്ര ഇഷ്ടമൊന്നുമല്ല. ബ്രയന്റെ കയ്യിലുള്ള ബുക്കൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ബ്രയനോട് ഇന്ന് എന്ത് ഫെസ്റ്റിവലിന് കൂടെ ചെല്ലാനായിട്ട് പറയും. ബ്രയന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അനിയത്തിയുടെ കൂടെ ചെല്ലുകയാണ്. കൂടെ തന്നെ ബഡ്ഡിയുണ്ട്. അനിയത്തി ആ ഫെസ്റ്റിവലിൽ ചെല്ലുമ്പോൾ അവളുടെ കൂട്ടുകാരെ കാണുമ്പോൾ അങ്ങ് പോവാണ്. അതും ബ്രയനെ കളിയാക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ബ്രയന് വലിയ ബഹുമാനമൊന്നും കൊടുക്കുന്നില്ല. എങ്ങനെയാണോ സാധാരണ വീട്ടിലെ സഹോദരന്മാരും ഉള്ളത് അതുപോലെയൊക്കെ തന്നെ ഇപ്പൊ ബ്രയനും അതുപോലെ തന്നെ ബഡ്ഡിയും കൂടെ വരുമ്പോഴായിരിക്കും അവരൊരു കാര്യം കാണുന്നത്. അതായത് ഈ ഫെസ്റ്റിവലിന് തന്നെ ബാസ്കറ്റ് ബോൾ എറിയുന്ന ഒരു സംഭവമുണ്ട്. നെറ്റിൽ ഇടുവാണെങ്കിൽ, അതായത് ഈ ബാസ്കറ്റ് ബോൾ എടുത്ത് എറിയുന്ന സമയത്ത് അത് നെറ്റിൽ പോയി വീഴുവാണെങ്കിൽ ഇവർക്ക് പാവ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. ബ്രയനും അതുപോലെ തന്നെ ബഡ്ഡിയും കൂടെ നോക്കുമ്പോൾ ബുള്ളി ബാസ്കറ്റ് ബോൾ എടുത്ത് ആ നെറ്റിൽ ഇടാനായിട്ട് നോക്കാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അതുമല്ല കൂടെ തന്നെ ആ ക്രഷ് നിപ്പോണ്ട്, നമ്മുടെ ബ്രയാന്റെ ക്രഷ്. അവൾക്ക് വേണ്ടി പാവ വാങ്ങാനായിട്ടാണ് ബുള്ളി അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ബുള്ളിയെ കൊണ്ട് നടക്കുന്നില്ലല്ലോ. ഇത് കണ്ടിട്ട് ബ്രയാനും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടെ ചിരിക്കുകയാണ്. ഇത് കാണുന്ന ബുള്ളിക്ക് ദേഷ്യം വന്നിട്ട് ബ്രയാന്റെ നേരെ ബോൾ എടുത്തെറിയും. ബ്രയാൻ പെട്ടെന്ന് തന്നെ ആ ബോൾ പിടിക്കുകയാണ്. ഇപ്പൊ ബ്രയാനോട് ബുള്ളി പറയാണ്, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ എന്നെ പോലെ ചെയ്ത് കാണിക്ക്, എന്നിട്ട് ചിരിക്കാൻ. ബ്രയാൻ ആദ്യം വിചാരിക്കും എവന് ഭ്രാന്താണ്, എവന്റെ വാക്കൊന്നും കേൾക്കണ്ടെന്ന്. പക്ഷെ പോവാൻ നേരത്ത് ബ്രയാൻ അത് വലിച്ചെറിയാണ്. അത് വലിച്ചെറിയുന്ന നേരത്ത് കറക്റ്റ് ആയിട്ട് അത് നെറ്റിൽ പോയി വീഴുന്നുണ്ട്. ഇത് കാണുന്ന ബുള്ളി വരെ ഒന്ന് ഞെട്ടിപ്പോവാണ്. ബുള്ളിക്ക് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ വീണ്ടും പൈസ കൊടുത്തിട്ട് 2-3 ബോളൂടെ വാങ്ങിച്ച് നമ്മുടെ ബ്രയാന് കൊടുക്കും. ബ്രയാൻ ആണെങ്കിൽ എല്ലാ ബോളും കറക്റ്റ് ആയിട്ട് നെറ്റിൽ ഇടുകയാണ്. ബ്രയാൻ ആ ഒരു മത്സരത്തിൽ ജയിക്കുന്നുണ്ട്. ബുള്ളിക്ക് ആകെ ദേഷ്യവും വിഷമവും അതുപോലെ തന്നെ എന്താ പറയാ നാണം കെട്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ബ്രയാൻ ആണെങ്കിൽ വന്ന് പാവ വാങ്ങുന്നുണ്ട്. ആ ഒരു മത്സരം ജയിച്ചത് കൊണ്ട് തന്നെ പാവ വാങ്ങിച്ചിട്ട് ആ പാവ നമ്മുടെ ക്രഷിന് കൊടുക്കുകയാണ്. ക്രഷ് ഇത് കാണുമ്പോൾ ഇംപ്രസ് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ ആ പാവയും തൂക്കി അവിടെ നിന്ന് മാറിപ്പോവും. ബുള്ളി ഇതൊക്കെ കണ്ട് എന്താ പറയാ ആകെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിപ്പുണ്ട്. ഇതേ നേരം തന്നെ കെവിനെ കാണിക്കുകയാണെങ്കിൽ കെവിൻ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ആ ബോൾ കറക്റ്റ് ആയിട്ട് നെറ്റിൽ ഇടാനായിട്ട് പറ്റുന്നില്ല. ഇത്രയും നാള് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ അല്ലേ, പക്ഷേ അവൻ എന്ത് പറ്റിയെന്ന് അവൻ അറിയത്തില്ല. അവന്റെ കൂടെ തന്നെ അവന്റെ മാനേജറും ഉണ്ട്. മാനേജറിന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കെവിൻ ഇത് എന്താ പറ്റിയെന്ന്. കെവിൻ അഭിനയിക്കുന്നതാണെന്നാണ് മാനേജർ വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം. ഇതേ നേരം തന്നെ ബ്രയാനെ കാണിക്കുകയാണെങ്കിൽ ബ്രയാൻ ആണെങ്കിൽ വീട്ടില് ബാസ്കറ്റ് ബോൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അവൻ ഓരോ തവണ ആ ബോൾ എടുത്ത് നെറ്റിലോട്ട് എറിയുമ്പോഴും കറക്റ്റ് പോയി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ആ ബോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവനെ കൊണ്ട് നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ കറക്റ്റ് ആയിട്ട് ആ നെറ്റിലൊക്കെ ഇടുകയാണ്. പിന്നീട് അവൻ കോച്ചിനെയൊക്കെ വന്ന് കാണുന്നുണ്ട്. കോച്ചും ബാക്കിയുള്ള പ്ലേയേഴ്സും അവിടെ തന്നെ ബുള്ളിയുണ്ട്. കോച്ചിനോട് അവന് കളിക്കണമെന്ന് പറയുമ്പോൾ കോച്ച് കേൾക്കത്തില്ല. ഇതിനെ താങ്ങിക്കൊണ്ട് നമ്മുടെ ബുള്ളി അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ബ്രയാനെ കളിയാക്കും. ബ്രയാൻ ഒന്നും നോക്കത്തില്ല. ബുള്ളിയുടെ കയ്യിലിരിക്കുന്ന ബോൾ തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് ബ്രയാന്റെ ആ ഒരു ബോൾ തട്ടിപ്പറിക്കാനായിട്ട് ബുള്ളിയോട് പറയും. ബുള്ളിയും ബ്രയാന്റെ തട്ടിപ്പറിക്കാനായിട്ട് നോക്കുമ്പോൾ നടക്കുന്നില്ല. ബ്രയാൻ നല്ല ഈസി ആയിട്ട് തന്നെ അവനെ വെട്ടിച്ച് പോയിട്ട് ആ ഒരു ബോൾ എടുത്ത് നെറ്റിൽ ഇടുകയാണ്. ഇത് കാണുന്ന കോച്ചിനൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവർക്ക് 2 കോച്ച് ഉണ്ട് കേട്ടോ. ആ 2 കോച്ചിനും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. 2 കോച്ചും കൂടെ വന്ന് ബ്രയാന്റെ ബോൾ തട്ടിപ്പറിക്കാനായിട്ട് നോക്കും. കൂടെ തന്നെ ബുള്ളിയും വരും. പക്ഷേ ബ്രയാന്റെ ഇവർക്ക് 3 പേർക്കും ബോൾ തട്ടിപ്പറിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവരെ 3 പേരെയും വെട്ടിച്ച് ബ്രയാൻ ആണെങ്കിൽ ആ ഒരു ബോൾ എടുത്ത് നെറ്റിലോട്ട് ഇടുകയാണ്. കറക്റ്റ് ആയിട്ട് പോയി വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് കോച്ച് വരെ ഇംപ്രസ് ആയി പോവാണ്. ഇത്രയും നാളെ ബ്രയാനെ കളിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ കോച്ചാണെങ്കിൽ ഇനി തൊട്ട് ബ്രയാനെ ടീമിൽ ജോയിൻ ചെയ്യാന്ന് പറയാണ്. അവൻ ആ ടീമിൽ കയറാനായിട്ട് പറ്റും. പിന്നീട് ബ്രയാൻ ആണെങ്കിൽ ബഡ്ഡിയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നുണ്ട്. ബ്രയാന്റെ വീട്ടിൽ ഒരു കാറുണ്ട്. ആ കാർ എടുത്ത് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് ആ കാറിന്റെ മുകളിൽ കൂടെ ചാടാനാണ് ബ്രയാൻ പോകുന്നത്. അതുപോലെ തന്നെ ബഡ്ഡിയുടെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബഡ്ഡി വേണ്ട എന്ന് പറയുന്നുണ്ട്. വീഴെങ്ങാണം ചെയ്താൽ തീരുമാനമാവും. പക്ഷേ ബ്രയാൻ ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ ഇത് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ബ്രയാൻ ഓടി വന്ന് ചാടുന്നുണ്ട്. ബഡ്ഡി ഇത് വീഡിയോ എടുക്കുകയാണ്. കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബോൾ നെറ്റിൽ പോയി വീഴുന്നുണ്ട്. ആ ഒരു റിങ്ങിൽ പോയി തൂങ്ങി കിടക്കാണ് നമ്മുടെ ബ്രയാൻ. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ബഡ്ഡി ഇത് വീഡിയോ എടുത്തില്ല. അവൻ ക്യാമറ ഓൺ ആക്കാനായിട്ട് മറന്നുപോയി. വീണ്ടും ചെയ്യാനായിട്ട് നമ്മുടെ ബ്രയാനോട് പറയാണ്. പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ ഒരു മാച്ച് ഉണ്ട്. ആ മാച്ചിൽ നമ്മുടെ ബ്രയാനും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. കോച്ചൊക്കെ ബ്രയാനെ പങ്കെടുക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രയാൻ പങ്കെടുക്കുകയാണ്. അങ്ങനെ കളി തുടങ്ങുന്ന നേരത്ത് ബുള്ളി ആണെങ്കിൽ ബ്രയാന് ബോൾ കൊടുക്കുന്നില്ല. ബ്രയാൻ നല്ല ഓപ്പണിൽ നിന്നാലും, അതായത് ആരും അവനെ പിടിക്കാനായിട്ടില്ല. അവൻ എത്രയും പെട്ടെന്ന് തന്നെ ഓടി ബോൾ കറക്റ്റ് ആയിട്ട് നെറ്റിലിടാം. അങ്ങനെ ഒരു അവസരം വന്നിട്ടും ബുള്ളി ബോൾ കൊടുക്കുന്നില്ല. അവസാനം കോച്ചെല്ലാം കൂടെ വന്നിട്ട് ബുള്ളിനെ വഴക്ക് പറയും. എങ്ങനെയൊക്കെ ബുള്ളി ആ ഒരു ബോൾ എടുത്ത് ബ്രയാന് കൊടുക്കുകയാണ്. ബ്രയാന്റെ ബോൾ കിട്ടിയതും
അധികം കളി മാറുകയാണ്. ബ്രയൻ എത്രയും പെട്ടെന്ന് തന്നെ ഓടി എല്ലാരെയും വെട്ടിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ ആ ബോൾ നെറ്റിൽ ഇടുന്നുണ്ട്. കണ്ടു നിൽക്കുന്ന എല്ലാരും അത്ഭുതപ്പെടുന്നുണ്ട്. എല്ലാരും എണീറ്റ് നിന്ന് ക്ലാപ്പ് അടിക്കുകയാണ്. അത്ര അടിപൊളിയായിട്ടാണ് ബ്രയൻ കളിക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ബ്രയൻ നല്ല രീതിയിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ അവൻ സ്കൂളിൽ പെട്ടെന്ന് തന്നെ ഫേമസ് ആവുകയാണ്. എല്ലാവർക്കും ബ്രയനെ മതി. ഒരുപാടധികം പെൺകുട്ടികൾ അവന്റെ പിന്നാലെ വരികയാണ്. പെൺകുട്ടികൾ മാത്രമല്ല ആൺപിള്ളേരും ഉണ്ട്. എല്ലാരും വന്ന് അവനെ പൊതിയുന്നുണ്ട്. ഒരു ദിവസം ബ്രയനും കൂട്ടുകാരനും ആണെങ്കിൽ ഒരു സ്റ്റേഡിയത്തിൽ പോയി ഗോകാർട്ട് ഓടിച്ച് കളിക്കുകയാണ്. അന്നേരം ബ്രയൻ ആണെങ്കിൽ അവന്റെ ക്രഷിനെ കാണുന്നുണ്ട്. ക്രഷ് ഗോകാർട്ടിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ തന്നെ നമ്മുടെ ബ്രയനും ചെല്ലും. എന്നിട്ട് അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾക്കും ആദ്യം തൊട്ട് തന്നെ ബ്രയനോട് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവൻ ഒരുപാട് ഫേമസ് ആണ്. ഇപ്പോഴും അവൾക്ക് അവനോട് താല്പര്യമുണ്ട്. താല്പര്യമൊന്നും പോയിട്ടില്ല. എന്തായാലും ബ്രയൻ അവളോട് സംസാരിച്ച് ശ്രദ്ധ ഇടയ്ക്ക് മാറിയിട്ട് അവന്റെ ഗോകാർട്ട് ചെന്നിട്ട് അവിടെ കുറെ ടയറൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോയി ഇടിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ പാവൻ കെവിനെ കാണിക്കുകയാണെങ്കിൽ അവന്റെ കഴിവെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ കഴിവ് എങ്ങോട്ട് പോയെന്നല്ലേ, അത് നമ്മുടെ ബ്രയന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അന്ന് എന്തോ അദൃശ്യ ശക്തി ബോൾ വഴി അങ്ങോട്ട് പോയില്ലേ, അത് നമ്മുടെ ബ്രയന് കിട്ടിയ കഴിവാണ്. അത് കെവിനിൽ നിന്ന് കിട്ടിയ കഴിവാണ്. എന്തായാലും ഇപ്പൊ കെവിനാണെങ്കിൽ ഒരു ഷൂവിന്റെ പരസ്യം ചെയ്യാണ്. അതായത് ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ഇടുന്ന ഒരു ഷൂവിന്റെ പരസ്യം. എന്നാൽ ആ ഒരു ഷൂ ഇട്ടിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് നോക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. ബോൾ കയ്യിൽ നിന്ന് പോവാണ്. 19 പ്രാവശ്യം അത് വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. അവസാനം പരസ്യ കമ്പനിക്കാരാണെങ്കിൽ കെവിനെയും ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. മാനേജറിനും ഒരുപാട് ചീത്ത കിട്ടുന്നുണ്ട്. മാനേജറിനൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല കെവിൻ എന്താ പറ്റിയെന്ന്. അന്നത്തെ രാത്രി മാനേജർ വന്ന് TV ഇട്ട് കാണുമ്പോൾ ന്യൂസിലെല്ലാം പറയുന്നുണ്ട് കെവിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി കെവിൻ പഴയതുപോലെ കളിക്കത്തില്ല, അവനെ നോക്കണ്ടെന്ന്. ഇത്രയും നാള് കെവിനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാരും കെവിനെതിരെ തിരിഞ്ഞു. അതുപോലെ തന്നെ മാനേജർ ആണെങ്കിൽ വേറൊരു ന്യൂസ് കൂടെ കാണുന്നുണ്ട്. കെവിനെ പോലെ, അതായത് കെവിൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്നത് പോലെ ഒരു സ്കൂൾ പയ്യനാണെങ്കിൽ അവന്റെ സ്കൂളിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന്. ആ പയ്യൻ മറ്റാരുമല്ല നമ്മുടെ ബ്രയനാണ്. ആ ഒരു ന്യൂസ് മാനേജർ കാണുന്നുണ്ട്. ഇത് കാണുന്ന മാനേജറിന് എന്തോ ഒരു സംശയം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം വീണ്ടും ഇട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോഴാവട്ടെ ബ്രയനും അതുപോലെ തന്നെ കെവിനും ഏകദേശം ഒരുപോലാണ് കളിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. പിറ്റേന്ന് തന്നെ മാനേജർ ആണെങ്കിൽ ബ്രയന്റെ സ്കൂളിൽ ചെല്ലുന്നുണ്ട്. ബ്രയൻ കളിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കാണുകയാണ്. അങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോൾ മാനേജറിന് ഒരു കാര്യം മനസ്സിലായി. കെവിൻ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ബ്രയൻ കളിക്കുന്നത്. മാനേജറിന് ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇനിയിപ്പോ കെവിന്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ട് അത് ബ്രയൻ ആണോ കിട്ടിയത്. എന്തായാലും ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് മാനേജർ ആണെങ്കിൽ കെവിനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് കെവിനോട് ഈ ഒരു കാര്യം പറയാണ്, നിന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയതാണ്, അത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ കയ്യിലുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാന്ന്. കെവിൻ ഇത് കേൾക്കുമ്പോൾ മാനേജറിന് പ്രാന്തായെന്നാണ് വിചാരിക്കുക. ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കെവിന് വലിയ വിശ്വാസമൊന്നും ഇല്ല ഇതില്. അതായത് കെവിന്റെ ടാലന്റ് അവന്റെ കയ്യിൽ നിന്ന് അന്ന് ഓട്ടോഗ്രാഫ് കൊടുത്ത നേരത്ത് ബ്രയന്റെ കയ്യിൽ പോയെന്ന് മാനേജർ ഇങ്ങനെയാണ് പറയുന്നത്. കെവിന് വിശ്വാസമില്ല. കെവിൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. അന്ന് രാത്രി ബ്രയാനും ക്രഷും കൂടെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഡേറ്റ് ചെയ്യാണ്. നല്ല സന്തോഷത്തിലാണ് രണ്ടുപേരും. അതുപോലെ തന്നെ ബ്രയന്റെ പ്രപ്പോസല് ക്രഷ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗേൾ ഫ്രണ്ട് എന്ന് പറയാം. അങ്ങനെ ബ്രയനും ഗേൾ ഫ്രണ്ടും കൂടെ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് കെവിന്റെ മാനേജർ വരുന്നത്. ഈ മാനേജർ വന്നിട്ട് ഇവരുടെ അനുവാദം ഇല്ലാതെ തന്നെ ഇവരുടെ അടുത്തിരിക്കുകയാണ്. ബ്രയാനും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടിനും ഇത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാനേജർ പറയും മാനേജർ കെവിന്റെ മാനേജറാണെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രയാന് സന്തോഷമാവുന്നുണ്ട്. കെവിന്റെ മാനേജർ എന്നൊക്കെ പറയുമ്പോൾ വലിയ ആളല്ലേ, അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലെയറിന്റെ മാനേജർ അല്ലേ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. മാനേജർ എന്തോ ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസം സ്കൂളിൽ എന്തോ ഒരു പരിപാടി അവതരിപ്പിക്കാമെന്നും നമ്മുടെ ബ്രയനോട് പറയുന്നുണ്ട്. ബ്രയൻ അതിന് സമ്മതിക്കുകയാണ്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് മാനേജർ ആണെങ്കിൽ കെവിനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ വരികയാണ്. നേരെ ചെല്ലുന്നത് നമ്മുടെ ബ്രയന്റെ ക്ലാസ്സിലാണ്. എന്നിട്ട് ബ്രയനെ ഫ്രണ്ടിലോട്ട് വിളിക്കും. ബ്രയനും ഭയങ്കര സന്തോഷപ്പെട്ട് ഫ്രണ്ടിലോട്ട് വരികയാണ്. കെവിനും വലിയ വിശ്വാസമൊന്നുമില്ല. അതായത് ഈ മാനേജർ പറയുന്നത് കെവിന്റെ കഴിവ് ബ്രയനിലോട്ട് പോയെന്നല്ലേ. പക്ഷെ കെവിൻ അതിൽ വിശ്വാസമില്ല. അതുപോലെ തന്നെ ബ്രയാൻ ഈ സംഭവം അറിയത്തുമില്ല, മാനേജർ പറഞ്ഞിട്ടുമില്ല. എന്തായാലും ഫ്രണ്ടിലോട്ട് വരുന്ന നേരത്ത് മാനേജർ അവരെ തമ്മിൽ ഉന്തിത്തള്ളി ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ബ്രയന്റെ കൈ പിടിച്ച് കെവിന്റെ കൊടുക്കുക, കെവിന്റെ കൈ പിടിച്ച് ബ്രയന്റെ കൊടുക്കുക, രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടിയിപ്പിക്കുകയാണ്. ആ ഒരു കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്ന് വിചാരിച്ചിട്ടാണ് മാനേജർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് യാതൊരു ഗുണവുമില്ല, ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോ അവന്റെ കഴിവ് തിരിച്ചു കിട്ടിയെന്നറിയാൻ, അതായത് കെവിന്റെ കഴിവ് തിരിച്ചു കിട്ടുമെന്ന് അറിയാനായിട്ട് ഒരു പേപ്പർ എടുത്ത് മാനേജർ കെവിന്റെ കൊടുക്കുന്നുണ്ട്. ആ പേപ്പർ എടുത്ത് ബാസ്ക്കറ്റിൽ ഇടാൻ നേരത്ത് അത് കറക്റ്റായിട്ട് പോയി വീഴുന്നില്ല. അതിനർത്ഥം കെവിന്റെ കഴിവ് കിട്ടിയിട്ടില്ല. പിന്നീട് കെവിനും അതുപോലെ തന്നെ ബ്രയനും കൂടെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കുകയാണ്. ഇവർ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ബാസ്കറ്റ് ബോളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന നേരത്ത് കുറെ അധികം ആൾക്കാർ ചുറ്റും കൂടി നിൽപ്പുണ്ട്. ഇവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. ചുറ്റും കുറെ ആൾക്കാർ കൂടി നിന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുമോ, നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? എന്തായാലും പറ്റുന്ന പോലെ കഴിച്ചിട്ട് അവർ രണ്ടുപേരും ആണെങ്കിൽ അവിടെ നിറങ്ങി നടക്കും. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറെ അധികം ആൾക്കാർ ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ട്. അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ബ്രയന്റെ കൂട്ടുകാരനും ഉണ്ട്. കൂട്ടുകാരൻ ബ്രയനെ വിളിക്കുകയാണ്. പക്ഷെ ഈ തിരക്കിൽ പെട്ടിട്ട് ബ്രയൻ കൂട്ടുകാരനെ കണ്ടില്ല. കൂട്ടുകാരൻ ഒരുപാട് വിഷമായി. സ്വന്തം കൂട്ടുകാരനെ മൈൻഡ് ചെയ്ത് പോയില്ലേ, അതായത് ബ്രയൻ കൂട്ടുകാരനെ മൈൻഡ് ചെയ്ത് പോയില്ലേ. ബ്രയൻ കാണാഞ്ഞാണ്. അതുമല്ല ബ്രയാന് ഇത്രയധികം ആൾക്കാർക്ക്
ഒക്കെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയ അഹങ്കാരം വന്നിട്ടുണ്ട്. പഴയ സ്വഭാവമല്ല, ചെറിയ സ്വഭാവ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കെവിൻ ആണെങ്കിൽ ആ സ്കൂൾ വിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ബ്രയാനും ടാറ്റ പറയാനായിട്ട് നിൽക്കുമ്പോൾ മാനേജർ അങ്ങോട്ട് വരുന്നുണ്ട്. തൽക്കാലം ഇപ്പൊ പോണ്ട, നമുക്ക് കുറച്ചുകൂടെ സമയം എടുക്കാന്ന് പറഞ്ഞിട്ട് ബ്രയാനെയും കെവിനെയും വിളിച്ചുകൊണ്ട് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് മാനേജർ ആണെങ്കിൽ അവിടെ കളിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഷൂ കൊടുക്കുകയാണ്. കോച്ചിന് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് ഷൂ കൊടുക്കുന്നുണ്ട്. കുറെ നേരം കൂടെ ഇവിടെ നിൽക്കണം, ആ ഒരു കഴിവ് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്നാണ് മാനേജറിന്റെ ലക്ഷ്യം. പക്ഷെ കെവിൻ ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അതുപോലെ തന്നെ ബ്രയാന് കാര്യം അറിയത്തില്ല. അങ്ങനെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിൽക്കുന്ന നേരത്ത് മാനേജർ ആണെങ്കിൽ കെവിനെയും അതുപോലെ തന്നെ ബ്രയാനെയും ഒരുമിച്ച് നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് തൊട്ടടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്ങനെയൊക്കെ അടുത്ത് നിന്നിട്ടും കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അവര് പഴയതുപോലെ തന്നെയാണ്. ഇതിനുശേഷം മാനേജറും അതുപോലെ തന്നെ കെവിനും കൂടെ തിരിച്ചു പോവാണ്. കെവിന് നല്ല ദേഷ്യമാവുന്നുണ്ട്. അവൻ വലിയൊരു പ്ലെയർ അല്ലേ, എന്നിട്ട് ഈ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് അവനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിൽ അവൻ മാനേജറിന്റെ അടുത്ത് പിണങ്ങി പോവാണ്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയിക്കോളാന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം നമ്മുടെ ബ്രയാൻ ഒരു മാച്ച് ഉണ്ട്. ആ മാച്ചിൽ ബ്രയാൻ ആണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോടു കൂടി കളിക്കുകയാണ്. ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് വേണം കളിക്കാൻ. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കണം. പക്ഷെ ബ്രയാൻ അത് ചെയ്യുന്നില്ല. നമ്മുടെ ബുള്ളി ഇല്ലേ, അവൻ ബോൾ മാക്സിമം പാസ് തരാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ബ്രയാൻ ആണെങ്കിൽ കൊടുക്കത്തില്ല. ഒറ്റയ്ക്ക് കളിച്ച് ബുള്ളിയുടെ മുഖത്തോട്ട് ബോൾ വലിച്ചെറിഞ്ഞ് ആ ബോളിനെ വീണ്ടും എടുത്തിട്ട് അവൻ തന്നെ ഗോൾ സ്കോർ ചെയ്യാണ്. ഇതൂടെ ആകുമ്പോൾ ബുള്ളിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. ബുള്ളി ബ്രയാന്റെ അടുത്ത് ചെന്ന് വഴക്കുണ്ടാക്കുമ്പോൾ എല്ലാ ആൾക്കാരും കൂടെ പിടിച്ചു മാറ്റാണ്. ബ്രയാൻ നല്ല രീതിയിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ബ്രയാനോട് ആരും ഒരു അക്ഷരം മിണ്ടത്തില്ല. ബുള്ളിയുടെ മുഖത്ത് അവൻ ആ ബോൾ എടുത്തെറിഞ്ഞിട്ട് പോലും ആരും ഒരു അക്ഷരം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബുള്ളി ഒരു സ്ഥലത്ത് വിഷമിച്ചിരിക്കുമ്പോൾ കോച്ച് ആണെങ്കിൽ അവന് ഒന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. പണ്ട് ഇതുപോലെ കോച്ച് ആണെങ്കിൽ ഏതോ വലിയ പ്ലെയറുമായിട്ട് കളിച്ചപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇത് നടന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കോച്ച് ഏതോ ബുക്കിൽ വായിച്ചിട്ട് അത് സ്വന്തം കഥയായിട്ട് മോട്ടിവേഷൻ കൊടുത്തതാണ്. അത് ബുള്ളിക്കും മനസ്സിലായി. എന്തായാലും അതൊക്കെ കേട്ട് ബുള്ളി അങ്ങനെ ഇരിക്കുന്നുണ്ട്. കോച്ച് മഹാ കള്ളനാണ്. ഇതേ നേരം തന്നെ നമ്മുടെ കെവിനെ കാണിക്കുകയാണെങ്കിൽ കെവിനും ഇതുപോലെ തന്നെ ഒരു മാച്ച് ഉണ്ട്. പക്ഷെ ആ മാച്ചിൽ കെവിന് നന്നായിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവന്റെ കഴിവെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരൊക്കെ, അതായത് ഈ സ്കോറൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവരാണെങ്കിൽ കെവിനെ നല്ല രീതിയിൽ അപമാനിക്കുന്നുണ്ട്. ഇതിലും നന്നായിട്ട് LKG പിള്ളേർ കളിക്കുമെന്നാണ് അവര് പറയുന്നത്. കെവിന് നല്ല വിഷമാവുന്നുണ്ട്. പക്ഷെ അവൻ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. ഇത്രയും നാൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറിന് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ അവൻ എന്തായാലും തകർന്നു പോകത്തില്ലേ. പക്ഷേ അവൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ്. അന്ന് രാത്രി ആവുന്ന നേരത്ത് ബ്രയാനും ഗേൾ ഫ്രണ്ടും പിന്നെ വേറെ കുറച്ച് ആൾക്കാരും പാർട്ടിക്ക് പോകുന്നുണ്ട്. ആ പാർട്ടിയിൽ വെച്ച് ഗേൾ ഫ്രണ്ട് ബ്രയാനോട് ചോദിക്കും, ബുള്ളിയോട് അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ, നീ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന്. പക്ഷെ ബ്രയാൻ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇത് ഗേൾ ഫ്രണ്ടിന് ഒരുപാട് വിഷമാക്കുന്നുണ്ട്. കാരണം ബ്രയാൻ ഒരുപാട് പ്രശസ്തനായതിനു ശേഷം ബ്രയാന്റെ സ്വഭാവത്തിൽ ഒരുപാടധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബ്രയാൻ ഒരിക്കലും പ്രശസ്തനായത് കൊണ്ടല്ല, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ നന്നായിട്ട് കളിക്കുന്നത് കൊണ്ടല്ല ഗേൾ ഫ്രണ്ട് അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത്. അവൻ പണ്ടൊരു പാവം പയ്യനല്ലായിരുന്നോ. എന്നാൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നത് കൊണ്ട് തന്നെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ വിഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ബ്രയാൻ പിന്നാലെ ചെല്ലും. എന്നാൽ ബ്രയാനെ കുറെ ആൾക്കാർ വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോവാണ്. കാരണം ബ്രയാൻ ഭയങ്കര ഫേമസ് അല്ലേ. ഇപ്പൊ ഗേൾ ഫ്രണ്ടിനെയൊന്നും അവൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ബാക്കിയുള്ള ഫാൻസിന്റെ കൂടെ പോയി അവൻ അർമാദിക്കുകയാണ്. അവന്റെ സ്വഭാവത്തിൽ ഒരുപാടധികം വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടെ ഉള്ള ആൾക്കാരെ അവൻ തള്ളിക്കളയാനായിട്ട് തുടങ്ങി. ഇതേ നേരം ബ്രയാന്റെ കൂട്ടുകാരനെ കാണിക്കുകയാണെങ്കിൽ ബ്രയാന്റെ കൂട്ടുകാരൻ ബ്രയാന് വേണ്ടി പാർട്ടിക്ക് പോകാനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ബ്രയാൻ ഓൾറെഡി പോയി കഴിഞ്ഞല്ലോ. മെസ്സേജ് ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് കൂട്ടുകാരൻ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. കൂട്ടുകാരനും മനസ്സിലായി ബ്രയാൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടെന്ന്. വീണ്ടും ബ്രയാനെ കാണിക്കുകയാണെങ്കിൽ ബ്രയാൻ അവിടെ നല്ല രീതിയിൽ അർമാദിക്കുന്നുണ്ട്. പക്ഷെ ഗേൾ ഫ്രണ്ടിനാണെങ്കിൽ ആകെ വിഷമം വന്നിട്ട് ആ പാർട്ടിയിൽ നിന്ന് മാറിപ്പോവാണ് ചെയ്തത്. ബ്രയാൻ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഗേൾ ഫ്രണ്ടിനെ കാണാത്തത് കൊണ്ട് തന്നെ ചുറ്റും കൂടി ഇന്ന് ആൾക്കാരോട് അന്വേഷിക്കും. ഗേൾ ഫ്രണ്ട് പോയെന്നാണ് അവരെല്ലാരും പറയുന്നത്. അന്നേരമായിരിക്കും മാനേജർ അങ്ങോട്ട് വരുന്നത്. മാനേജറിനെ കണ്ടതും എല്ലാ പിള്ളേരും കൂടെ ഓടാനായിട്ട് തുടങ്ങും. ആരുടെയോ മാതാപിതാക്കളാന്ന് വിചാരിച്ചിട്ടാണ് ഓടിപ്പോകുന്നത്. മാതാപിതാക്കളല്ല, ആരുടെ പിതാവാന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ബ്രയാൻ വിളിച്ചു പറയും ഇത് ആരുടെയും പിതാവൊന്നുമല്ല, പകരം ഇത് കെവിന്റെ മാനേജർ ആണെന്ന്. അങ്ങനെ വീണ്ടും ഓടിപ്പോയ ആൾക്കാരെല്ലാരും തിരിച്ചു വന്നിട്ട് പാർട്ടി ആഘോഷിക്കുകയാണ്. ഇപ്പൊ മാനേജർ ആണെങ്കിൽ ബ്രയാനെ വിളിച്ചൊരു സ്ഥലത്ത് മാറി നിന്ന് സംസാരിക്കും. കെവിന്റെ കഴിവാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അന്ന് സ്റ്റേഡിയത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു കഴിവ് നിനക്ക് കിട്ടിയത്. അന്ന് നിനക്ക് നേരെ ചൊവ്വേ ബോൾ എറിയാൻ പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ നല്ല രീതിയിൽ എറിയാൻ പറ്റും. അതുപോലെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇത് നിനക്ക് ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയതല്ലേ, ഇതങ്ങ് തിരിച്ചു കൊടുത്തൂടെ, ഇത് കെവിന്റെ കഴിവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊന്നും ബ്രയാൻ ഇത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ ബ്രയാൻ ഒരു കാര്യം മനസ്സിലായി, ഇത് അവൻ ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ കഴിവാണ്. അതിനർത്ഥം ഇത് കെവിന്റെ കഴിവ് തന്നെയാണ്. ഒരാളുടെ കഴിവ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ബ്രയാന് കുറ്റബോധം വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് മാനേജറിനോട് പറയും. പിറ്റേ ദിവസം സ്കൂളിലാണെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന എല്ലാരെയും വിളിച്ചു വരുത്തി ചെറുതായിട്ടൊന്ന് അഭിനന്ദിക്കുക. അവർക്ക് പുതിയൊരു കളി വരുന്നുണ്ട്, അതായത് ഒരു മാച്ച് വരുന്നുണ്ട്. ആ മാച്ചിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അവർ ചെറുതായിട്ടൊന്ന് അഭിനന്ദിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാരെയും വിളിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ബ്രയാനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ നേരം ബ്രയാൻ ആണെങ്കിൽ അകത്ത് നമ്മുടെ ഗേൾ ഫ്രണ്ടിനോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പോയത്, പിണക്കം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വലുതായിട്ടൊന്നും മൈൻഡ് ആകുന്നില്ല. ഇവന്റെ സ്വഭാവ വ്യത്യാസം അവൾക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പണ്ടത്തെ
പാവം പയ്യൻ ഇപ്പൊ നല്ല രീതിയിൽ അഹങ്കരിക്കുന്നില്ലേ, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ബ്രയാൻ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. ബ്രയാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുകയാണ്. ഗേൾ ഫ്രണ്ടിന് അതും കൂടെ ആയപ്പോൾ ഒരുപാട് വിഷമമായിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇപ്പൊ ബ്രയാൻ സ്റ്റേജിലോട്ട് വരുമ്പോൾ എല്ലാവരും അവന് വേണ്ടി കൈയടിക്കുന്നുണ്ട്. അവൻ അത്രയും ഫേമസ് ആണ്, എല്ലാവർക്കും ബ്രയാൻ ഇഷ്ടമാണ്. കാരണം ബ്രയാൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ബ്രയാനെ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ വരെ അവന് വേണ്ടി എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിയുന്ന നേരത്ത് ഇത് ബ്രയാന്റെ കഴിവാണോ അതോ കെവിന്റെ കഴിവാണോ അങ്ങനെ ഒന്നും അറിയാൻ പാടില്ല. അത് ഒരു സ്ഥലത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഇവന്റെ ഈ വിഷമം കണ്ടിട്ട് കോച്ച് അടുത്തോട്ട് വരും. എന്നിട്ട് അവന് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആരുടെയെങ്കിലും കഥ ഇങ്ങേരുടെ കഥയായിട്ട് അങ്ങ് പറയും. പക്ഷേ കുട്ടികൾക്ക് അറിയാം ഇത് ഇങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നതാണെന്ന്. ബ്രയാനും അതറിയാം. എന്നാലും കോച്ചിനെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ഒന്നും പറയുന്നില്ല. കോച്ച് ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് മാറി പോവാണ്. കോച്ച് പോയതിനു ശേഷം ബ്രയാൻ മാനേജറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മാനേജറിനോട് പറയുന്നുണ്ട് കെവിന്റെ കഴിവാണെങ്കിൽ അത് കെവിന് തന്നെ തിരിച്ചു കൊടുക്കാന്ന്. അങ്ങനെ മാനേജർ നമ്മുടെ ബ്രയാനെ കാണാനായിട്ട് വരുന്നുണ്ട്. ബ്രയാനെയും വിളിച്ചുകൊണ്ട് കെവിൻ കളിക്കുന്ന സ്ഥലത്തോട്ട് മാനേജർ പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കെവിൻ ആണെങ്കിൽ ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ബാസ്കറ്റ് ബോൾ നെറ്റിൽ ഇടാനായിട്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് കഴിയുന്നില്ല. ഒരു ബോൾ പോലും നെറ്റിൽ വീഴുന്നില്ല. ഇത് കണ്ടിട്ട് ബ്രയാന് വരെ സങ്കടം തോന്നുകയാണ്. അതുപോലെ തന്നെ ബ്രയാൻ വന്നപ്പോൾ അവൻ അന്ന് ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുത്തില്ലായിരുന്നോ കെവിൻ, ആ ഒരു ബോളും എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ആ ബോള് വഴിയല്ലേ എന്തോ ഒരു അദൃശ്യ ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. നമ്മളത് കണ്ടായിരുന്നു, പക്ഷെ അവര് കണ്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ആ ബോൾ എടുത്തോണ്ട് വന്നെയാണ്. ഇപ്പൊ മാനേജർ ആണെങ്കിൽ കെവിന്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ കഴിവെല്ലാം തിരിച്ചു വേണ്ടതെന്ന് ചോദിക്കും. എന്നാൽ കെവിന് ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ മനുഷ്യ? എനിക്ക് കുറച്ച് നാളത്തേക്ക് കളിയൊന്നും മാറിപ്പോയതാണ്, ഞാൻ നേരെ പോയി പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് പറ്റിയതാന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രയാനോട് മാനേജർ പറയും കെവിന്റെ ഓരോ കഴിവുകൾ കാണിക്കാനായിട്ട്. ബ്രയാൻ ഓരോ സ്കില്ലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. കെവിൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കെവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലുണ്ട്. അതും കറങ്ങി അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബ്രയാൻ ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ കെവിന് വിശ്വാസം വരും. ബാസ്കറ്റ് ബോളിൽ അവന് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. ആർക്ക്? കെവിന് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ബ്രയാനും പറ്റുന്നുണ്ട്. അതിനർത്ഥം ഇവരുടെ രണ്ടുപേരുടെയും കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെവിൻ സമ്മതിക്കുകയാണ്. കെവിന് വിശ്വാസം വന്നത് കൊണ്ട് തന്നെ കഴിവ് തിരിച്ചെടുക്കാന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ ഒരുമിച്ച് വെക്കുന്നുണ്ട്. അതായത് രണ്ടുപേരും ആ ബോളിനെ ഒരുമിച്ച് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് പറഞ്ഞ സെയിം ഡയലോഗ് പറയാണ്, മറ്റൊന്നുമല്ല എനിക്ക് നിന്റെ കഴിവ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ കെവിൻ എന്താ പറഞ്ഞത്? കഴിവൊന്നും ഒരു കാര്യമല്ല, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുവാണെങ്കിൽ താനെ അത് വന്നുകൊള്ളും, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് ഡെവലപ്പ് ആവുമെന്നാണ്. നമ്മൾ ഒരുപാടധികം കഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വലിയൊരു കഴിവുള്ള മനുഷ്യനായിട്ട് മാറും എന്നാണ് കെവിൻ അന്ന് പറഞ്ഞത്. ഇപ്പൊ കെവിൻ ആണെങ്കിൽ ബ്രയാനോട് എനിക്ക് നിന്റെ കഴിവുകൾ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാന്ന് പറയും. ആ നേരം ബ്രയാൻ തിരിച്ചു പറയും നീ എത്രമാത്രം കഷ്ടപ്പെടുന്നോ അതിനനുസരിച്ച് നീ വളർന്നുകൊണ്ടിരിക്കുമെന്ന്. ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ബോളിൽ ഒരുമിച്ച് തൊടുമ്പോൾ ഒന്നും നടക്കുന്നില്ല. കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അതുപോലെ തന്നെ അവർ ബോൾ എടുത്ത് എറിഞ്ഞു നോക്കുന്നുണ്ട്. കെവിൻ എറിയുന്ന ഒറ്റ ബോൾ പോലും നെറ്റിൽ വീഴുന്നില്ല. എന്നാൽ ബ്രയാൻ എറിയുന്ന എല്ലാ ബോളും നെറ്റിൽ വീഴുന്നുണ്ട്. ഒരെണ്ണം പോലും മിസ്സായിട്ട് പോകുന്നില്ല. പിന്നീട് ബ്രയാനും അതുപോലെ തന്നെ കെവിനും കൂടെ അവിടെ ഇരിക്കുമ്പോൾ ബ്രയാൻ കെവിനോട് ക്ഷമ പറയും. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല നിന്റെ കഴിവുകൾ മോഷ്ടിച്ചെടുത്തത്, അതെങ്ങനെ വന്നെയാണ്, എന്നെ കൊണ്ട് അത് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. കെവിനും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എണീറ്റ് മാറി പോവാണ്. അന്ന് രാത്രി കെവിൻ ഒരു മാച്ച് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവൻ പോയി കളിക്കുന്നുണ്ട്. പക്ഷെ കെവിനെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. അവൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ടീം തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ ബ്രയാൻ ആണെങ്കിൽ അവന്റെ സൈക്കിൾ എടുത്ത് നേരെ അവന്റെ കാമുകീനെ പോയി കാണുന്നുണ്ട്. കാമുകിയുടെ വീട്ടിൽ പോയി മുട്ടുമ്പോൾ അവള് തുറക്കാണ്. അവൾ അവൻ അകത്തോട്ട് ക്ഷണിക്കും. അതുപോലെ തന്നെ അവൻ അവളോട് ക്ഷമ പറയുന്നുണ്ട്. കുറെ അധികം ആൾക്കാർ പിന്നാലെ നടന്നപ്പോൾ അവളെ ഒഴിവാക്കുന്നത് പോലല്ലേ അവൻ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ അവളോട് ക്ഷമ പറഞ്ഞ് അകത്തോട്ട് കയറി ചെന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് അവൾക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കും. അതായത് കെവിൻ കളിക്കുന്നത് പോലാണ് ബ്രയാൻ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരുടെ രണ്ടുപേരെയും കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറയുമ്പോൾ ഗേൾ ഫ്രണ്ടിന് വലിയ വിശ്വാസമൊന്നുമില്ല. ഗേൾ ഫ്രണ്ട് അവന് ഭ്രാന്താണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രയാൻ ആ വീഡിയോ കാണുന്ന നേരത്ത് ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് എന്നത്തെ വീഡിയോ ആണെന്ന് മനസ്സിലായോ? അന്ന് അവൻ ബോൾ വലിച്ചെറിഞ്ഞില്ലായിരുന്നോ 20 ലക്ഷം രൂപ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ നോക്കുമ്പോൾ അവൻ ബോൾ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ഒരു രൂപം കിട്ടിയ മനുഷ്യനില്ലായിരുന്നോ? എന്തോ ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന്റെ രൂപം കിട്ടിയ ഒരു മനുഷ്യൻ അങ്ങേരുടെ തലയിൽ പോയി ബോൾ അടിച്ചിട്ടാണ് കെവിന്റെ ബോൾ പോയി വീണത്. അതിനർത്ഥം അങ്ങേരുടെ തലയിൽ ബോൾ എറിഞ്ഞിട്ട് കെവിന്റെ ആ ബോൾ കൊടുത്തിട്ട് ആ ഡയലോഗ് വീണ്ടും പറയുവാണെങ്കിൽ ചിലപ്പോൾ കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് മനസ്സിലായതും കെവിൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. കാമുകിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ കെവിൻ അവന്റെ സൈക്കിൾ എടുത്ത് അതും ചവിട്ടി നേരെ സ്റ്റേഡിയത്തിൽ ചെല്ലാം. കെവിൻ എവിടെ വെച്ചാണോ മാച്ച് അവിടെ ചെല്ലും. ഈ സ്റ്റേഡിയത്തിൽ കയറുമ്പോൾ കുറെ അധികം സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ഇടയിൽ കൂടെ സൈക്കിളും ചവിട്ടി അവരെയൊക്കെ പറ്റിച്ചിട്ടാണ് അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ തന്നെ ആ രൂപം കിട്ടിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇത് കണ്ടിട്ട് കെവിന്റെ പിന്നാലെ ഓടുകയാണ്. കെവിൻ മനഃപൂർവ്വം തന്നെ അയാളെ പിന്നാലെ വലിച്ചോണ്ട് വന്നതാണ് കേട്ടോ. അയാളും അതറിയാതെ പിന്നാലെ ഓടി വരുന്നുണ്ട്. നേരെ സൈക്കിൾ ചവിട്ടി കെവിന്റെ അടുത്ത് ചെല്ലുകയാണ്. അവന്റെ കയ്യിൽ തന്നെ ആ ഒരു ബോളും ഉണ്ട്. അപ്പോഴായിരിക്കും ആ ഒരു മനുഷ്യൻ അങ്ങോട്ട് വരുന്നത്. രൂപം കിട്ടിയ മനുഷ്യൻ. രൂപം കിട്ടിയ മനുഷ്യന്റെ തലയിലോട്ട് ആ ബോൾ എടുത്ത് എറിയും. എന്നിട്ട് ആ ബോൾ തിരിച്ചു വരുമ്പോൾ കെവിന്റെ കൊടുക്കുകയാണ് ആ ബോൾ. എന്നിട്ട് രണ്ടുപേരും കൂടെ
അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. കെവിൻ പറയും എനിക്ക് നിന്റെ കഴിവ് കിട്ടിയിരുന്നെങ്കിലെന്ന്. ബ്രയാൻ പറയും നീ ഒരുപാടധികം കഷ്ടപ്പെട്ടാൽ ഇതിലും നല്ല കഴിവ് കിട്ടുമെന്ന്. പെട്ടെന്നായിരിക്കും ഒരു അദൃശ്യ ശക്തി ബ്രയാനിൽ നിന്ന് കെവിനിലോട്ട് പോകുന്നത്. അതിനർത്ഥം കെവിന്റെ കഴിവ് തിരിച്ച് ബ്രയാനിൽ നിന്ന് കെവിനിന് കിട്ടിയെന്നാണ്. എന്തായാലും കെവിൻ പോയി മാച്ച് കളിയാണ്. സെക്കൻഡ് ഹാഫേ ആയിട്ടുള്ളായിരുന്നു, ആ ടീം തോറ്റ് നിന്നതാണ്. എന്നാൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതും അവന്റെ കളി അങ്ങ് മാറാണ്. കാരണം കഴിവ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. അവൻ എടുക്കുന്ന ഓരോ ബോളും സ്കോറായിട്ട് മാറാണ്. എറിയുന്ന ഓരോ ബോളും നെറ്റിൽ പോയി വീഴും. അവനെ തള്ളി പറഞ്ഞ എല്ലാവരും വീണ്ടും അവനെ പുകഴ്ത്താനായിട്ട് തുടങ്ങുകയാണ്. അതൊക്കെ അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അന്ന് രാത്രി ബ്രയാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് ബ്രയാൻ ഒരു ന്യൂസ് കേട്ടിട്ടാണ് എണീക്കുന്നത്. അവന്റെ വീട്ടിലുള്ള റേഡിയോ ഡിവൈസിൽ, അതായത് കെവിൻ കളിച്ച കഴിഞ്ഞ ദിവസത്തെ മാച്ചിൽ കെവിൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം അവൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ബാസ്കറ്റ് ബോളും എടുത്തിട്ട്. എന്നിട്ട് ആ ബാസ്കറ്റ് ബോള് നെറ്റിൽ എടുത്തിടാനായിട്ട് നോക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. എന്തായാലും അവന്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ സ്കൂളിൽ വരികയാണ്. സ്കൂളിൽ കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്ന നേരത്ത് കുറെ അധികം കുട്ടികൾ കൂട്ടുകാരന്റെ ചുറ്റും കൂടിയിരിപ്പുണ്ട്. ഈ കൂട്ടുകാരന് ഹാക്കിങ്ങിലൊക്കെ വലിയ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടങ്ങളെല്ലാം ഒരേപോലുള്ള കുട്ടികളാണ് കൂട്ടുകാരനോട് വന്ന് മിണ്ടുന്നത്. ഇപ്പൊ ബ്രയാൻ വരുമ്പോൾ കൂട്ടുകാരൻ വലിയ മൈൻഡ് കാണിക്കുന്നില്ല. എന്നാൽ ബ്രയാൻ വന്ന് കൂട്ടുകാരനോട് മിണ്ടുമ്പോൾ കൂട്ടുകാരന്റെ പിണക്കമൊക്കെ മാറുകയാണ്. അന്നേരമായിരിക്കും ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. ഗേൾ ഫ്രണ്ട് വന്നിട്ട് ബ്രയാനോട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. പക്ഷേ ബ്രയാൻ എനിക്കിപ്പോ സമയമില്ല, ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ അവനെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പറഞ്ഞു വിടും. അങ്ങനെ അവൻ ചെന്ന് ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൾ ചോദിക്കും നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലേ, നീ ആ സ്റ്റേഡിയത്തിൽ പോണത് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം കെവിന്റെ കളി അങ്ങ് മാറി. അവനാണെങ്കിലും നല്ല രീതിയിൽ കളിക്കാനായിട്ട് തുടങ്ങി. അതിനർത്ഥം നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിവ് നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷം ബ്രയാന്റെയും അതുപോലെ തന്നെ അവന്റെ ടീമിന്റെ മാച്ചാണ്. അതിനു മുമ്പ് അവരൊരു റൂമിൽ ഇരിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ വാമപ്പ് ചെയ്യാണ്. കോച്ച് അന്നേരം അങ്ങോട്ട് വന്നിട്ട് എന്തായാലും ഈ കളി നമ്മൾ പിടിച്ചേ പറ്റൂ, എന്നാലേ നമുക്ക് ഇനിയും വലിയ കളികൾ കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ കെവിൻ ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം അവൻ അറിയാം അവന്റെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോയെന്ന്. അവൻ ചോദിക്കും ചിലപ്പോൾ നമ്മൾ തോറ്റെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, കാരണം നമ്മൾ ഇത്രയധികം പരിശ്രമിച്ചില്ലേ, അതുകൊണ്ട് നമുക്ക് കളിക്ക് പോവാന്ന് പറയുമ്പോൾ ഈ ഒരു കോച്ചാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ പറ്റൂല, നമ്മൾ എന്തായാലും ജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ബാക്കിയുള്ള ടീമും അങ്ങനെ തന്നെയാണ്. ബ്രയാൻ ഇത് കേൾക്കുമ്പോൾ എന്തോ പോലെ ആവുന്നുണ്ട്. അതായത് ഒരു പേടിയുണ്ട്. എന്തായാലും തോക്കുന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു, കാരണം അവന്റെ കഴിവെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. പിന്നീട് ഇവരെല്ലാരും കൂടെ വന്ന് മാച്ച് കളിക്കുകയാണ്. ഈ കളിക്കുന്ന നേരത്ത് ബ്രയാന് നല്ല രീതിയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ ബോളും കയ്യിൽ നിന്ന് തെറിച്ചു പോവാണ്. അല്ലെങ്കിൽ അവന്റെ കയ്യിൽ ബോൾ പോലും കിട്ടുന്നില്ല, മറിഞ്ഞു വീഴുന്നുണ്ട്. എറിയുന്ന ബോൾ നെറ്റിൽ പോയി വീഴുന്നില്ല. അതുപോലെ തന്നെ ബുള്ളി ബ്രയാൻ അത് സ്കോർ ആക്കുമെന്ന് വിചാരിച്ചിട്ട് ബോൾ എടുത്ത് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ബ്രയാൻ ആണെങ്കിൽ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ചു കൊടുത്ത് ആ ഒരു ബോൾ തെറിച്ചു പോകുന്നുണ്ട്. ബ്രയാനെ കോച്ച് വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്, എന്തുകൊണ്ട് നീ അത് ഗോളാക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഹാഫ് ആവുന്ന നേരത്ത് ഓപ്പോസിറ്റ് ടീമാണ് ഒരുപാടധികം സ്കോർ നേടിയിരിക്കുന്നത്. ഇവർ ഒരുപാടധികം പിന്നിലാണ്. അങ്ങനെ ബ്രയാൻ എല്ലാരെയും കൂടെ വിളിച്ചിട്ട് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഇന്ന് എന്നെ കൊണ്ട് നേരെ ചൊവ്വേ കളിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തായാലും ചെയ്യാം. നമ്മൾ ഓരോ ആൾക്കാരും വീണ്ടും വീണ്ടും സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. എല്ലാ ആൾക്കാരും കളിക്കാനായിട്ട് തുടങ്ങും. ഇപ്രാവശ്യം അവർ വിട്ടുകൊടുക്കുന്നില്ല. എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് കളിച്ച് ബോൾ എല്ലാം പാസ് ചെയ്ത് സ്കോർ ചെയ്യുകയാണ്. അങ്ങനെ സ്കോർ ആണെങ്കിൽ 50-52 ആവുകയാണ്. അതായത് ബ്രയാന്റെ ടീമിനൊക്കെ 50ഉം ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിന് 52. ഇപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനാണ് സ്കോർ കൂടുതൽ. അതുപോലെ തന്നെ സമയം കഴിയാറായിട്ടുണ്ട്. ഇപ്പൊ ബോൾ നമ്മുടെ ബ്രാൻഡിലാണ്. അവൻ ഈ ബോൾ കറക്റ്റ് ആയിട്ട് നെറ്റിൽ ഇടുവാണെങ്കിൽ അവന്റെ ടീം ജയിക്കും, ഇല്ലെങ്കിൽ ജയിക്കത്തില്ല. എല്ലാ ആൾക്കാരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ബ്രയാൻ ഈ ബോൾ ഇടാൻ പറ്റുമോ ഇല്ലെന്നറിയാൻ പാടില്ലാതെ. ബ്രയാൻ ആണെങ്കിൽ ആ ബോൾ എടുത്ത് നെറ്റിലോട്ട് വലിച്ചെറിയാണ്. എന്ത് നടക്കുമെന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷേ ഈ ബോൾ ആണെങ്കിൽ ഇപ്രാവശ്യം കറക്റ്റ് ആയിട്ട് തന്നെ പോയി ആ നെറ്റിൽ വീഴുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് ടീം 53 സ്കോറിന് ജയിക്കുകയാണ്. അതേപോലെ തന്നെ മാനേജറും കെവിനും അങ്ങോട്ട് വന്നിട്ടുണ്ട് ബ്രയാന്റെ കളി കാണാനായിട്ട്. അവർക്ക് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അവരിത് കണ്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. എന്തായാലും ബ്രയാൻ ഒരു പാവം മനുഷ്യനല്ലേ, അവന് കിട്ടിയ കഴിവ് അവൻ തിരിച്ചു കൊടുത്തില്ലേ. ഇപ്പൊ ബ്രയാൻ അവിടെ നിൽക്കുമ്പോൾ എല്ലാ ആൾക്കാരും കൂടെ ജയിച്ച സന്തോഷത്തില് ബ്രയാൻ അവൻ എടുത്തു പൊക്കാണ്. അത്രയും നന്നായിട്ടല്ലേ അവൻ എറിഞ്ഞത്. അവസാന നിമിഷത്തിലായിരുന്നല്ലോ അവൻ കളിച്ചില്ലേ. എന്തോ ഒരു ഭാഗ്യത്തിനാണ് വീണത്. പക്ഷേ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രയാൻ ആണെങ്കിൽ കെവിൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് പോയി കാണുകയാണ്. കെവിനുമായിട്ട് മാച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ കെവിന് നല്ല കഴിവല്ലേ, ബ്രയാന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ബ്രയാന്റെ ബോൾ തട്ടിപ്പറിച്ച് കെവിൻ ഓരോ ബോളും സ്കോറാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് കെവിൻ ആണെങ്കിൽ ഒരു ഷൂവിന്റെ പരസ്യം ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ. എന്നാൽ പടത്തിന്റെ അവസാനം അവൻ ആ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.